PMFSY പ്രധാനമന്ത്രി വിള ഇൻഷുറൻസിനെ കുറിച്ചിട്ട് നമ്മളെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു നേരത്തെ. അതിന് വളരെ കാര്യക്ഷമമായ ഒരു റെസ്പോൺസാണ് ഒരുപാട് വിവിധ ജില്ലകളിൽ നിന്നും വളരെ പേര് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയും നമ്മുടെ സെൻറ്ററിൽ വരികയും തുടർന്ന് അവർക്ക് അതിൻ്റെ ഇൻഷുറൻസ് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നത് ഞാൻ നിങ്ങളിൽ അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അത് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞാണ്. പക്ഷേ അത് ഉൾക്കൊണ്ട് കുറച്ച് ആളുകൾ വിവിധ ജില്ലകളിൽ നിന്നും വന്ന് ചെയ്യുകയുണ്ടായി. ഇന്നും അതിൻ്റെ തിരക്കാണ്. ഞാൻ ഈ താഴത്തെ നമ്മുടെ ക്യാമറയിലുള്ള ദൃശ്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ദിവസം ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് എല്ലാവരും കൂടി ഇടിച്ചു തള്ളി സെൻറ്ററിൽ വരിക ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു സ്കീമായിരുന്നു. അത് ഞാൻ നിർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നത് ഞാനൊരു 5-6 ദിവസം മുമ്പ് ഞാൻ ആ വീഡിയോ ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്തു തരാം. പക്ഷേ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആ അവസരം പ്രയോജനപ്പെടുത്തി. പക്ഷെ നമ്മുടെ അടുത്തുള്ള ആളുകൾ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലായിരുന്നതുകൊണ്ടായിരിക്കും അവർ കുറച്ച് ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ. ഇന്ന് 1-2 പേരും കണ്ട് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ പകുതിയും ആളുകൾ ഇത് ഓൺലൈനിൽ കൂടെ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുകയും ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അറിവില്ലായ്മ മൂലം അവർ തെറ്റ് ചെയ്ത് വിടാനും ഉള്ള ചാൻസ് ഒരുപാടായിരുന്നു. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അഗ്രി സ്റ്റോക്കിൻ്റെ വീഡിയോയിലും മറ്റും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നമുക്ക് CSCയുടെ ഹെൽപ്പ് ലൈൻ ഡെസ്ക് ഉണ്ട്. ഏത് സമയത്ത് വിളിച്ചാൽ അവർ കൃത്യമായിട്ട് ചെയ്യും. പക്ഷേ അത് മാത്രമല്ല, ഓപ്പൺ സൈറ്റിൽ സൈറ്റ് ഇഷ്യൂസ് ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ PMFSY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് സ്കീം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെ അനുഷ്ഠിതമാക്കിയാണ് ഇതിൻ്റെ നഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് എന്നതുകൊണ്ട് ഈ കർഷകർക്ക് ഇതിൻ്റെ പ്രീമിയം കിട്ടാൻ എളുപ്പം സാധിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഈ പ്രാവശ്യത്തെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതിനകത്ത് 5 കൂട്ടം വിളകൾക്ക് മാത്രമേ ഉള്ളായിരുന്നു ഈ പ്രാവശ്യം ഇൻഷുറൻസ് കിട്ടാതിരിക്കുന്നത്. ബാക്കിയെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നല്ലൊരു പ്രതികരണമാണ് നിങ്ങൾ തന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു. എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാസ്റ്റ് തീയതി നോക്കിയിരിക്കാതെ നമ്മൾ കഴിവതും ഒരു കാര്യം മെസ്സേജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് നിങ്ങളത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. അവർക്ക് ഉപകാരപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കീമുകൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഇന്നൊരു 19 കസ്റ്റമറുകളും നമ്മുടെ സെൻറ്ററിൽ ഇത് ചെയ്യുവാൻ വേണ്ടി വരികയുണ്ടായി. പക്ഷെ അവരെല്ലാം പറയുന്നത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ സൈറ്റ് പ്രശ്നം. പക്ഷേ നമ്മുടെ CSCയിലൂടെ അതിനുള്ള സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ വിജയകരമായി ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിവതും കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കായി നിങ്ങൾ കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്നു, അതിൽ ഏറ്റവും കൂടുതൽ നോളജ് ഉള്ളത് CSC സെൻറ്ററുകൾക്കാണ്. കാരണം വെച്ചാൽ ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അത് കേരള സർക്കാരിലൂടെ അത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാവുന്ന സെൻറ്ററുകളിൽ പോയി അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുക. അപ്പം ഈ വീഡിയോ വന്നത് മൂലം പല കേന്ദ്രങ്ങളിൽ നിന്നും ചെയ്യുന്ന ആളുകൾ നമ്മുടെ സെൻറ്ററിൽ വരികയുണ്ടായി. അത് നോക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ തെറ്റിച്ചിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇന്ന് തന്നെ ഞാനിപ്പം എനിക്ക് തോന്നുന്നു 10-20-30 മിനിറ്റ് എടുത്തിട്ട് ഒരാളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുകയുണ്ടായി. ഫോൺ നമ്പർ ഒക്കെ തെറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യും. ഇപ്പോൾ അത് ഭയങ്കര പാടാണ്. ഫോൺ നമ്പർ മിസ്റ്റേക്ക്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കതിരാപ്പിൽ തന്നെ റീസെൻ്റ് ഇപ്പം കുറച്ച് ആൾക്കാർ കൊണ്ടുവരുന്നുണ്ട്, പലയിടത്തു നിന്നും ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ ചെയ്തവർക്കാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്. അല്ലാതെ വേറെ സെൻറ്ററുകളിൽ നിന്ന് കൊണ്ടുവരുന്നവരെ നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം വെച്ചാൽ നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് പല കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ വരുന്ന സമയത്ത് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഈ അഗ്രി സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ പോലെ PM കിസാൻ്റെ ഇഷ്യൂസ് ക്ലിയർ ചെയ്യുക തുടങ്ങിയവർക്ക് ഞാൻ സമയം ഉച്ച കഴിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അവർക്കെല്ലാം പേഴ്സണലി അവരെനിക്ക് മെസ്സേജ് ഇടുന്നതിനെല്ലാം ഞാൻ ആൻസർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുവിധമൊക്കെ. പക്ഷേ ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത് എല്ലാവരിലും ഒന്ന് എത്തിക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SC ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.